ചായ കുടിച്ച കാരണം വിശക്കണില്ല. ഇനി വേണമെങ്കിൽ ഒരു എക്സസൈസ് ആവാം. എല്ലാവരും ഞാൻ തന്നെ പറയാം. പാടി കൊടുക്കണം കേട്ടോ. ഞാൻ ചെറുതായിട്ട് അംഗൻവാടിക്ക് കുട്ടി അംഗൻവാടിയിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നെന്ന് പറയുമ്പോൾ ഒരുമിച്ചു നിൽക്കണം. രണ്ടെന്ന് പറയുമ്പോൾ കൈ രണ്ടും പൊക്കണം. മൂന്നെന്ന് പറയുമ്പോൾ മൂക്ക് പിടിക്കണം. നാലെന്ന് പറയുമ്പോൾ നാണിച്ചു നിൽക്കണം. അഞ്ചെന്ന് പറയുമ്പോൾ പരിചിരിക്കണം. ആറെന്ന് പറയുമ്പോൾ ആടിക്കുഴയണം. ഏഴെന്ന് പറയുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. എട്ടെന്ന് പറയുമ്പോൾ വെച്ചിരിക്കണം. ഒൻപതെന്ന് പറയുമ്പോൾ ഒപ്പത്തിൽ നിൽക്കണം. പത്തെന്ന് പറയുമ്പോൾ ഇനി എവനൊരു നല്ല ഇത് പറഞ്ഞത് എല്ലാരും കൂടി ഒന്നിച്ചു കൂടി കൈകൊട്ടി നമുക്ക് പാടാം നേരെ നിൽക്കും പൈതങ്ങളെ. വലങ്കൈ പൊക്കി ഇടങ്കൈ താഴ്ത്തി വലതോട്ട് നോക്കി പൈതങ്ങളെ. നമുക്ക് പാടാം നേരെ നിൽക്കും പൈതങ്ങളെ. ഇടങ്കൈ പൊക്കി വലങ്കൈ താഴ്ത്തി ഇടത്തോട്ട് നോക്കി കുഞ്ഞുങ്ങളെ. നമുക്ക് പാടാം നേരെ നിൽക്കും പൈതങ്ങളെ. വലങ്കാൽ പൊക്കി ഇടങ്കാൽ താഴ്ത്തി വലത്തോട്ട് നോക്കുവിൻ കുഞ്ഞുങ്ങളെ. ഇല്ല തന്നെ ചുറ്റാൻ പിന്നെ
വലതു കൈ നീട്ടുക വലതു കൈ മാറ്റുക തന്നെത്താൻ തിരിയുക മേലോട്ടൊന്നു ചാടുക വലതു കാൽ നീട്ടുക വലതു കാൽ മാറ്റുക തന്നെത്താൻ തിരിയുക മേലോട്ടൊന്നു ചാടുക ഇടതു കൈ നീട്ടുക ഇടതു കൈ മാറ്റുക തന്നെത്താൻ തിരിയുക മേലോട്ടൊന്നു ചാടുക ഇടതു കാൽ നീട്ടുക ഇടതു കാൽ മാറ്റുക തന്നെത്താൻ തിരിയുക മേലോട്ടൊന്നു ചാടുക മേലോട്ടൊന്നു ചാടുക. അതൊന്നും എഴുതിത്തരാം. മാച്ചാണ് അല്ലേ രണ്ടാൾ ഒരുപോലെ ഉണ്ട് ഒരു വ്യത്യാസമല്ലോ ടീച്ചർ അപ്പോൾ എന്തായാലും ഇനി അടുത്ത തീം വേറൊരു തീം വീടും പരിസരവും. കുട്ടിയും കുടുംബവും കഴിഞ്ഞാൽ പിന്നെ വീടും പരിസരവുമാണ്. ഇത് നോക്കിയ സമയമില്ല. അപ്പോൾ എന്താ പറയുക, അത് നമ്മുടെ ഈ റെജിസ്റ്റർ നമ്പർ 1 റെജിസ്റ്റർ നമ്പർ 2 പോലെ ഓരോ തീമും ഒന്ന് മറ്റൊന്നിന്റെ തുടർച്ചയാണ്. കുട്ടിയും കുടുംബത്തിൽ നിന്നും ആദ്യമായിട്ട് കുട്ടി സകല കാര്യങ്ങളും പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലെ അന്തരീക്ഷമാണ് അവന്റെ മാനസിക വൈകാരിക വികാസത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി രൂപം കൊള്ളുന്നത്. പിന്നെ അവൻ ഇറങ്ങി വരുന്ന പൊതു സമൂഹത്തിലെ അംഗൻവാടികളില് അവൻ കൂട്ടുകൂടുന്നവരിൽ നിന്നൊക്കെയാണ് ബാക്കി സ്വായത്തമാക്കുന്നത്. അപ്പൊ തുടക്കം കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടി പിന്നെ പഠിക്കുന്നത് വീടിനെ കുറിച്ചും പരിസരത്തെ കുറിച്ചുമാണ്. വീട് പരിസരം അതെങ്ങനെയുള്ളതായിരിക്കണം? ചെറുതാണെങ്കിലും അല്ലേ, ചെറിയ വീടാണെങ്കിലും നല്ല വൃത്തിയുള്ള വീടായിരിക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു വീട് എന്താണ്? ചെറിയൊരു വീടാണ്. അതിന്റെ ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു? നോക്കൂ നോക്കൂ കുട്ടികളെ എന്നുടെ വീടിൻ സൗന്ദര്യം ചെറിയൊരു വീടാണെന്നാലും കുറവിലൊട്ടും കണ്ടാലും മുറ്റമടിച്ചു വെളുപ്പാക്കി ചെത്തിനിലുക്കി ശരിയാക്കി പുല്ല് പറിച്ചു കളഞ്ഞു ഞാൻ ചെടി വെച്ചു പിടിപ്പിച്ചു. എന്തൊരു കൗതുകമാണിപ്പോൾ ചപ്പും ചവറും പോയപ്പോൾ അത് കണ്ടെന്റെ മനസ്സാകെ നിറയുന്നല്ലോ സന്തോഷം. കേട്ടിട്ടില്ലേ? എഴുതിയെടുക്കണോ? അത് വീടിനെ കുറിച്ചും പരിസരത്തെ കുറിച്ചും നല്ലൊരു പാട്ടാണ്. നല്ലൊരു സന്ദേശം കൂടി നൽകുന്നൊരു പാട്ടാണ്. നോക്കൂ നോക്കൂ കുട്ടികളെ എന്നുടെ വീടിൻ സൗന്ദര്യം ചെറിയൊരു വീടാണെന്നാലും ചെറിയൊരു വീടാണെന്നാലും കുറവിലൊട്ടും കണ്ടാലും കുറവിലൊട്ടും കണ്ടാലും നോക്കൂ നോക്കൂ കുട്ടികളെ എന്നുടെ വീടിൻ സൗന്ദര്യം ചെറിയൊരു വീടാണെന്നാലും കുറവിലൊട്ടും കണ്ടാലും എന്നതാ മുറ്റമടിച്ചു
വെടുപ്പാക്കി മുറ്റമടിച്ചു വെടുപ്പാക്കി ചെത്തിമിനുക്കി ശരിയാക്കി മുറ്റമടിച്ചു വെടുപ്പാക്കി ചെത്തിമിനുക്കി ശരിയാക്കി പുല്ല് പറിച്ചു കളഞ്ഞു ഞാൻ പുല്ല് പറിച്ചു കളഞ്ഞു ഞാൻ പൂച്ചെടി വെച്ചു പിടിപ്പിച്ചു ചെടി വെച്ചു പിടിപ്പിച്ചു എന്തൊരു കൗതുകമാണിപ്പോൾ എന്തൊരു കൗതുകമാണിപ്പോൾ ചപ്പും ചവറും പോയപ്പോൾ ചപ്പും ചവറും പോയപ്പോൾ അത് കണ്ടെന്റെ മനസ്സാകെ നിറയുന്നല്ലോ സന്തോഷം. ഇത് നമ്മൾ അംഗൻവാടി വരുമ്പോ കുട്ടികൾ പാടി കേൾക്കണം. മത്സരത്തിന്റെ സമയത്ത് അത് കണ്ടെന്റെ മനസ്സാകെ നിറയുന്നല്ലോ സന്തോഷം. ഓക്കെ അത് വീട് പരിസരത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. പൂച്ചെടി വെച്ച് പിടിച്ചു പറയുമ്പോൾ അതൊക്കെ അവനവന്റെ ഭാവനയ്ക്കനുസരിച്ചല്ല ആദ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. പാരാതെ നിമിഴി പൊട്ടിയുറങ്ങുവാൻ താരാട്ടുകയാണു കുഞ്ഞേ പച്ചില ചില്ലമേ കാലട്ടു ചന്തമായി പക്ഷികൾ പാടുന്നതെന്തിനമ്മേ ഉല്ലാസമായി നീയുണർന്നു പുറത്തേക്കു ചെല്ലാൻ വിളിക്കുകയാണു കുഞ്ഞേ. ഇങ്ങനെയൊക്കെയല്ല രാവിലിരുട്ടത്തൂരിയെന്നു രാവിലിരുട്ടത്തൂരിയെന്നു ചിവിടുമുഴുന്നതെന്തിനമ്മേ ചിവിടുമുഴുന്നതെന്തിനമ്മേ പാരാതെ നിമിഴി പൂട്ടിയുറങ്ങുവാൻ പാരാതെ നിമിഴി പൂട്ടിയുറങ്ങുവാൻ താരാട്ടുകയാണു കുഞ്ഞേ താരാട്ടുമുള്ളുകയാണു കുഞ്ഞേ പച്ചില ചില്ലമേൽ കാലത്തു ചന്തമായി പച്ചില ചില്ലമേൽ കാലത്തു ചന്തമായി പക്ഷികൾ പാടുന്നതെന്തിനമ്മേ ഉല്ലാസമായി നീയുണർന്നു പുറത്തേക്കു എല്ലാം വിളിക്കുകയാണു കുഞ്ഞേ. എന്ത് ഭംഗിയാണ് അവർക്ക് അല്ലേ? ഉല്ലാസമായി നീയുണർന്നു പുറത്തേക്കു ചെല്ലാൻ വിളിക്കുകയാണു കുഞ്ഞേ. അല്ലേ ടീച്ചറേ? കണ്ടില്ലേ? എന്താണ് ടീച്ചറൊക്കെ ആ പള്ളിപ്പുറത്ത് ഇതുവരെ ദൂരമുണ്ടോ? ഇതാണ് പോയത്. ഉല്ലാസമായി നീയുണർന്നു പുറത്തേക്ക് ചെല്ലാൻ വിളിക്കുകയാണു കുഞ്ഞേ. ഇനി എനിക്കവരോട് ചോദിക്കും എന്നൂടെ ഞാൻ ശ്രമിച്ചിരിക്കും. രാവിലെ
വന്നു ശിവീടുമുടുന്നതിനമ്മേ ആരാകെ കുട്ടിയുറങ്ങുവാൻ താരാട്ടുകൊടുകയാണു കുഞ്ഞേ പച്ചില ചില്ലമേൽ കാലത്തു ചന്ദ്രമായി പക്ഷികൾ പാടുന്നതെന്തിനമ്മേ ഉല്ലാസമായി ഉണർന്നു പുറത്തേക്കു ചെല്ലാൻ വിളിക്കുകയാണു കുഞ്ഞേ. നിങ്ങളുടെ കുട്ടികളെ അപ്പൊ അതൊക്കെ നമുക്ക് ഇതില് ആഡ് ചെയ്യാം. ഇങ്ങനെയെല്ലാം പാട്ടുകളും കുഞ്ഞു കുഞ്ഞു പാട്ടുകളും അതേപോലെ ചോദിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു കുഞ്ഞു കഥയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കഥകളും ഇതൊക്കെയായിട്ട് വീടും പരിസരവും. ഇനി അത് എന്താ ഗീത ടീച്ചറെ വീടും പരിസരവും ഗീത ടീച്ചറെ വേണ്ടത് ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാം അല്ലേ? വലിയ വീട്, ചെറിയ വീട്, കുട്ടികൾക്ക് വലുതും ചെറുതും തിരിച്ചറിയാൻ വേണ്ടി ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അത് വലുതും ചെറുതും. അതേപോലെ തന്നെ മേശപ്പുറത്ത് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വെച്ചിട്ട് ഇപ്പം താക്കോല്, കൂട്ട്, പേന, പെൻസില് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്തു വെച്ചിട്ട് അന്ന് ഒന്നെടുത്ത് മാറ്റി അതൊക്കെ കുട്ടികൾക്ക് ഓരോരോ ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇത് എത്ര ഉണ്ടായിരുന്നു, ഇതെന്ന് ഏതാണ് ടീച്ചർ എടുത്ത് മാറ്റിയത്. അപ്പൊ അതൊക്കെ കുട്ടിയുടെ ക്രിയാത്മകമായിട്ടുള്ള ബുദ്ധി വികാസത്തിന്, ഓർമ്മ പരിശോധനയ്ക്ക് ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ വീടും പരിസരവും. ശരി, അടുത്ത ഈ മാസത്തിൽ അടുത്ത തീം ഏതാ? കുട്ടിയും കുടുംബവും മഴ കാലാവസ്ഥ. അതും ജൂൺ മാസത്തിൽ. അപ്പൊ ഒരാഴ്ച കുട്ടിയും കുടുംബവുമാണെങ്കിൽ ഒരാഴ്ച വീടും പരിസരവുമാണ്. അപ്പൊ അതില് നമ്മൾ ഈ ഇത് മാത്രം ആ തീമിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കുട്ടി ആർജിച്ചിട്ടുണ്ടാവണം. അതിനെല്ലാ ദിവസവും അവൻ അംഗൻവാടിയിൽ വരണം. ടീച്ചറും എല്ലാ ദിവസവും അംഗൻവാടിയിൽ ഉണ്ടാവണം. അങ്ങനെ എന്താ പറയുക, ആ തീമിനെ കുറിച്ച് തീമിനെ നമ്മളും തീമിലൂടെ കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിൽ. അപ്പോൾ മഴ കാലാവസ്ഥ അതിനെ കുറിച്ച് കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു വാങ്ങിയപ്പാട്ട് ഈ പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തവരും താൽക്കാലികക്കാരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പിള്ളേർ ഇതിനകത്തുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവർ അംഗൻവാടിയിൽ ചെന്നാൽ എന്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ തീം. അപ്പൊ തുടക്കം മഴ കാലാവസ്ഥ. മഴ വരുന്നത് കണ്ടിട്ടില്ലേ? സ്വതന്ത്ര സംഭാഷണമാണ് ആദ്യം നിങ്ങൾ നടത്തേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പൊ മഴയെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കുട്ടി വരുമ്പോൾ മഴ നനഞ്ഞാണോ വന്ന് മഴയത്ത് നമ്മൾ കുട അല്ലേ, മഴ നനയാതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? കുട ഉപയോഗിക്കും. കുട ചുറ്റിയിട്ടാണ്. എന്ത് കളറുള്ള കുടയായിരുന്നു? അങ്ങനെ മഴ ഇവിടെ നിന്നാണ് വരുന്നത്. മഴ പെയ്യുമ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നു. മഴയുടെ കൂടെ ഇടി ഉണ്ടാവുന്നു, മിന്നലുണ്ടാവുന്നു തുടങ്ങി നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ മഴ വേണം. വീട്ടിൽ വെള്ളം സൂക്ഷിക്കാനായിട്ട് കിണറുണ്ട്, ശുദ്ധജലം കിട്ടാനായിട്ട് കിണറുണ്ട് തുടങ്ങി ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ ഈ മഴ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമുക്ക് വേനൽക്കാലുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. ശാസ്ത്രം, സയൻസ് ആ രീതിയിലല്ല. എന്നാലും നമുക്ക് ഇങ്ങനെ കാലങ്ങളൊക്കെ വേനൽക്കാലുണ്ട്, മഴക്കാലുണ്ട്, തണുപ്പ് കാലുണ്ട് എന്നൊക്കെയുള്ള മഴയും കാലാവസ്ഥയും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതെല്ലാം സ്വതന്ത്ര സംഭാഷണത്തിലൂടെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഇതുപോലെ ഈ പറഞ്ഞ രീതിയിൽ ഒരു സംഖ്യ പാടി കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ പാട്ടുകളും സംഖ്യാഗാനങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഒരുപാട് ഓരോ തീമിനെ അസ്ത്രാക്കിയിട്ടൊക്കെ എല്ലാം നമുക്ക് സമയമില്ല. അതുപോലെ ആംഗ്യപ്പാട്ട് മഴ കാലാവസ്ഥയെ കുറിച്ചൊരു പാട്ട് എന്തായിരിക്കും? എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? വന്നത് കാര്യമായി എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളോടല്ല ഞാൻ കുട്ടി വല്ലപ്പുഴ പഞ്ചായത്തില് സെപ്റ്റംബർ 99 അതിനെ പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതാണ് ഇനി വരാൻ പോണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് കേട്ടറിഞ്ഞ് ചോദിച്ചറിഞ്ഞൊക്കെ വന്നതാ. ചോദിച്ച് പറഞ്ഞ അങ്ങനെ വന്നതാ. ചെറിയ ചെറിയ പാട്ടുകൾ ഒന്ന് പറഞ്ഞു എഴുതിയെടുക്കട്ടെ.
എല്ലാവർക്കും ഒന്നും അറിയില്ല ഇതിലേക്ക് ശ്രമിക്കും. നോക്കൂ അമ്മേ മാനത്ത് ആനം നിറയെ മേഘങ്ങൾ വേഗം മഴയായി പെയ്യുന്നു നാടുമുഴുവൻ അങ്ങനെ മഴയെ കുറിച്ച് വ്യത്യസ്തമായ പാട്ടുകൾ പോലെ ആരോഗ്യം ഇറങ്ങി വന്നൊന്നും അവതരിപ്പിച്ചാൽ നന്നായിരുന്നു. മഴയല്ലേ മഴയല്ലേ മുറ്റം നിറയെ മഴയല്ലേ മാനത്തൂന്നും പെയ്യുന്നു ചറപറ ചറപറ പെയ്യുന്നു കിണറും കുളവും നിറഞ്ഞല്ലോ തോടും പുഴയും നിറഞ്ഞല്ലോ മീൻ പിടിക്കാൻ പോരാനായി വെക്കം വെക്കം വന്നോളൂ വെക്കം വെക്കം വന്നോളൂ. മഴയല്ലേ മഴയല്ലേ മുറ്റം നിറയെ മഴയല്ലേ. മാനത്തൊന്നും പെയ്യുന്നു ചാറ പെയ്യുന്നു. കിണറും കുളവും നിറഞ്ഞല്ലോ തോടും പുഴയും നിറഞ്ഞല്ലോ മീൻ പിടിക്കാൻ പോകാനായി വെക്കം വെക്കം വന്നോളൂ. വേറെ എവിടെ സരോജ ടീച്ചർ ടീച്ചറുടെ പേരെന്താ ടീച്ചറെ? പച്ചക്കറികൾ